ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ ദൃശ്യം 3. എന്താ മോനെ, അപ്പം തുടങ്ങിയല്ലേ മോനെ? വെടിക്കെട്ട് പടം. വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ വെടിക്കെട്ടിൻ്റെ അപ്പുറം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നമ്മളെ ത്രില്ലടിച്ച് നമ്മളെ കൊല്ലിപ്പിക്കും. അമ്മാതിരി പടം. നമ്മളെ മലയാളികളുടെ വിചാരം എന്ന് പറയുന്നത് നമ്മുടെ എന്താ 1 ഇറങ്ങി, ഇനി 2 ഇറങ്ങി, ഇനി 3 അവർ കഷ്ടപ്പെട്ട് ഒരു 3 ഇറക്കുന്നു, 3 ഫ്ലോപ്പാകും. അങ്ങനെ അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, 1, 2, 3 സീരീസൊക്കെ ഇറങ്ങിയ പടങ്ങളെല്ലാം ചിലത് മിക്കതും ഫ്ലോപ്പാണ്. അപ്പോൾ നമ്മൾ ഇനി കഷ്ടപ്പെട്ട് ഒരു 3 ഇറക്കി വിജയിപ്പിക്കുമോ എന്നുള്ള പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ആർക്കും ആ പേടി വേണ്ട. ഗംഭീര പടം. പക്ഷെ നമ്മൾ മോഹൻലാലിനെയോ ആരെയോ അല്ല അതിൽ പേടിക്കേണ്ടത്. നമ്മൾ പേടിക്കേണ്ട ഒരൊറ്റ ആളേ ഉള്ളൂ. അത് ജിത്തു ജോസഫ്. പുള്ളി ഒരു ക്രിമിനൽ മൈൻഡ് അല്ലാതെ ഇങ്ങനെ ഒരു പടം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നേ ഇല്ല. നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ് പുള്ളി ചിന്തിച്ച് കൂട്ടി ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ലാലേട്ടൻ്റെ വിസ്മയം തീർക്കുന്ന അഭിനയവും കൂടെ ആയപ്പം പടം കംപ്ലീറ്റ്. ഇത് നമ്മളിനി കൂടുതൽ ഇതിനെപ്പറ്റി പറഞ്ഞ് സ്പോയിലറാക്കി അങ്ങനെ കളയേണ്ട ഒരു പടമല്ല ഇത്. ഇതെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. നമ്മുടെ ഫാമിലി, അതായത് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പടമാണ്. അതിൽ വീട്ടുകാരെ കൊണ്ടുപോകുന്നതിൽ ആരും ഒരു ടെൻഷനും അടിക്കണ്ട. എല്ലാവർക്കും അടിപൊളിയായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന പടമാണ്. അപ്പം നമ്മളെല്ലാവരും ഒരു 50, 100, 200 അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ ഇങ്ങനെയുള്ള പടങ്ങളെല്ലാം തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഫോണിലോ ടി വിയിലോ കാണേണ്ട അതിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടത്തില്ല. ഫീൽ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കാണുന്നവർക്ക് അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി കാണണം. അത് VFX കൂടുതലാണ്, മറ്റേ ഫൈറ്റ് ഉണ്ട്, അങ്ങനെയൊന്നുമല്ല. ഇതാ ഒരു ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഫസ്റ്റ് ഹാഫിലൊക്കെ നമ്മൾ ഇങ്ങനെ സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞെട്ടിക്കുന്നൊരു സീനുണ്ട്. എൻ്റെ പൊന്നോ, അതൊക്കെ ഒരു സീനാണ്. ഞാൻ ഫാൻ ഷോയ്ക്കാണ് പോയത്. ആ തിയേറ്ററിൽ നിന്ന് ഒട്ടുമിക്ക പയ്യന്മാരും ഞെട്ടിപ്പോയി. അമ്മാതിരി ഒരു പേടിപ്പിക്കുന്ന ഒരു സീനുണ്ട്. പിന്നെ ഷാജോണിൻ്റെ ക്യാരക്ടറായിരുന്നാലും, ഷാജോൺ നമ്മൾ ഫസ്റ്റിൽ സെക്കൻഡിലൊക്കെ കണ്ട ഒരു പോലീസുകാരൻ, ഒരു ക്ലീൻ ഷേവ്, നല്ല ടിക് ടോപ്പിൽ നടക്കുന്ന ഒരാൾ. ഇതിൽ ഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ ജിത്തു ജോസഫ് അതിനെ വേറൊരു ലെവലിൽ കൊണ്ടുവന്നു ഷാജോണിനെ. പിന്നെ നമ്മളെ ലാലേട്ടൻ്റെയും കോംബോ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അത് എപ്പോഴും മലയാളികൾക്ക് ഒരു അഹങ്കാരമാണ് ലാലേട്ടൻ. അതുകൊണ്ട് അത് പറയേണ്ട ആവശ്യമില്ല. മോഹൻലാലിൻ്റെ ക്യാരക്ടർ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും പോയി കാണണം. മസ്റ്റ് വാച്ചിങ് മൂവിയാണ് ദൃശ്യം 3. ഓക്കെ, അപ്പം ബായ്.